ജസ്റ്റ് ഫോർ എ വാക്ക്. അതെ, അതിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. സൂറിക് HBയിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വിശന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബർഗർ കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ബർഗറൊക്കെ കിട്ടി. അത് കഴിച്ചിറങ്ങിയപ്പോൾ പതിവില്ലാത്ത തിരക്ക്. ഇത്ര തിരക്ക് പതിവില്ല. സാധാരണ സൂറിക് HB തിരക്കാണ്, എന്നാലും ഇത്രയും തിരക്ക് പതിവില്ല. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതൊരു പ്രൊട്ടസ്റ്റ് മാർച്ചാണ് കേട്ടോ. ഇവരെന്തോ വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. യൂണിയ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. അവരുടെ ആ ഫ്ലാഗിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, യൂണിയ എന്ന്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗ് ഉണ്ടല്ലോ, റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ, ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ ഇവരുടെ ഈ ഫ്ലാഗും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഇവരുടെ ഡ്രസ്സും എല്ലാവരും റെഡ് ഇട്ടിട്ടാണ് നടക്കുന്നത്. മറ്റു വേറെ പല ടൈപ്പിലുള്ള ഫ്ലാഗുകളും പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇമേജുകളൊക്കെ ഉള്ള ഫ്ലാഗുകളും ഉണ്ട്. അതും റെഡിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ റെഡുമായാണ്. ഇത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ്റെ പ്രൊട്ടസ്റ്റ് മാർച്ചാണ് കേട്ടോ. അവരുടെ കുറച്ച് അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാർച്ച്. ഞങ്ങളിത് അവിചാരിതമായി അവിടെ എത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ. അത് അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല. കുറേ ആളുകളുടെ നല്ല വലിയൊരു മാർച്ചാണ്, വലിയൊരു റാലിയാണ്. കുറേ നേരം ഞങ്ങളവിടെ നിന്ന് കണ്ടു, പക്ഷേ തീർന്നിട്ടൊന്നുമില്ല. ഒരുപാട് ദൂരത്തുനിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അതുപോലെ വാദ്യോപകരണങ്ങളും കൊട്ടും മേളവും. സ്വിറ്റ്സർലാൻഡിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇവിടെ നടക്കുന്നുണ്ടാവും കേട്ടോ. ഇവിടെ ടൗൺ സെൻറ്ററിലാവും ചിലപ്പോൾ എപ്പോഴും നടക്കുന്നുണ്ടാവുക. അതായത് HBയിലാവും ചിലപ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുക. നമ്മുടെ വീടിൻ്റെ ആ സൈഡിലൊന്നും ഇങ്ങനത്തെ പ്രോഗ്രാംസ് പതിവില്ല. കാര്യമായ മുദ്രാവാക്യങ്ങളൊന്നും വിളിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇവരുടെ എല്ലാവരും കയ്യിൽ വിസിലുണ്ട്. ആ വിസിൽ വിളിച്ചിട്ടാണ് ഇവർ പോകുന്നത്. നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട്, വിസിൽ വിളിച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇവർ പോകുന്നത്. വേറെ എപ്പോഴും അതുപോലത്തെ വലിയ വലിയ മുദ്രാവാക്യങ്ങളൊന്നും നമ്മുടെ അവിടുത്തെ റാലികളിൽ കാണുന്ന പോലെ വലിയ മുദ്രാവാക്യങ്ങളൊന്നും ഇവർ വിളിക്കുന്നില്ല. ഇടയ്ക്ക് യൂണിയ എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രം പറയുന്നത് കേൾക്കാനുണ്ട്. കൂട്ടത്തിൽ ഈ പറയുന്ന വിസിലിൻ്റെ സൗണ്ടും പിന്നെ ഈ പറയുന്ന പോലെ വാദ്യോപകരണങ്ങളുടെ അവകമ്പടിയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. കണ്ടോ, ഇതുപോലത്തെ ഡ്രംസും കാര്യങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറേ പ്ലക്കാർഡുകളും അതൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ റാലിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. വേറൊരു ഏരിയയ്ക്ക് എത്തി. ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിലോട്ട് പോവുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, നമ്മുടെ തൊട്ടടുത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന വഴികളിലെല്ലാം ഇവിടുത്തെ ലോക്കൽ സൂപ്പർ മാർക്കറ്റ്സ് നമുക്ക് ധാരാളം കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഡിന്നർ പോലെയുള്ളതൊക്കെ ഇവിടെയുള്ള ലോക്കൽ ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെയൊന്നും നമുക്ക് പറ്റുന്ന ഫുഡുകൾ ഉണ്ടാവില്ല. അതായത് ഇന്ത്യൻ ഫുഡ്സൊന്നും ഇവിടെ കിട്ടില്ല. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഗ്രോസറി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസൊന്നും അങ്ങനെ അവിടെ കിട്ടില്ല കേട്ടോ. നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഏഷ്യൻ സ്റ്റോറുകളിൽ പോയിട്ട് വാങ്ങണം. അപ്പോൾ അത് നമ്മൾ ചെയ്യുക ശനിയാഴ്ചകളിലാണ് കേട്ടോ. നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് അതെല്ലാം വാങ്ങും. അപ്പോൾ അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേവുട്ടി ഇതാ മുന്നിൽ തന്നെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇവിടുത്തെ വഴികളിലൂടെ അങ്ങനെ നടക്കാൻ വലിയ ഇഷ്ടമാണ്. വലിയ പേടിയൊന്നുമില്ല. ബാക്കിൽ ആൾ വരുന്നുണ്ടോയെന്ന് പോലും അവൾ നോക്കില്ല. അവളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എത്ര ദൂരം വേണമെങ്കിലും നടന്നു പൊക്കോളും. പിന്നെ നമുക്കും അധികം ഓവർ കെയർ ചെയ്യൊന്നും വേണ്ട കേട്ടോ. കാരണം ഇവിടെ ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം എല്ലാവർക്കും നല്ല ക്ഷമയുള്ള ആളുകളാണ്. റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് അവർ വണ്ടി ഓടിക്കുക. നമ്മളെല്ലാം റോഡ് ക്രോസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ സിബ്ര ലൈൻ ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ പോലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വണ്ടി നിർത്തിത്തരും. അതൊരു നല്ല കാര്യമാണ്. ഇവിടെ നടക്കുന്നവർക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, പ്രത്യേകിച്ച് കുട്ടികൾ. അവരെ കാണുമ്പോൾ തന്നെ ഇവിടെയുള്ള ഡ്രൈവേഴ്സ് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടാണ് വണ്ടികൾ ഓടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് ഏഷ്യൻ സ്റ്റോർ എത്താറായിട്ടോ. ഏഷ്യൻ സ്റ്റോറിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ആ വീഡിയോയിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.